നമ്മുടെ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സർക്കാർ പറയുന്ന പോലെ ടിക്കറ്റ് ഇതര വരുമാനം ഇങ്ങനെ അച്ചപ്പം അല്ലെങ്കിൽ ബാക്കിയുള്ള ഇങ്ങനെ മധുരപലഹാരങ്ങളൊക്കെ വിൽക്കുന്നതൊക്കെ പ്രായോഗികമാണോ? ഒന്നും നടക്കുന്നില്ല. നമ്മളൊക്കെ 10-20 വർഷം കൊണ്ട് ഈ മേഖലയിൽ ഇറങ്ങിയതാണ്. ഇനി ഇത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. KSRTCയിൽ ഓർഡിനറി സർവീസുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിന് ശേഷം ഈ പ്രൈവറ്റ് ബസ് മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു ബസ്സിനുള്ളിൽ ഒരു ജീവനക്കാരൻ അച്ചപ്പം യാത്രക്കാർക്ക് വിൽക്കുന്ന ഒരു ദൃശ്യം അത് വൈറലായിരുന്നു. അതിന് കാരണം ടിക്കറ്റ് ഇതര വരുമാനം കൂടി നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജീവനക്കാർ ഈ വാഹനത്തിനുള്ളിൽ ബസ്സിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള മധുരപലഹാരങ്ങളൊക്കെ വിൽക്കാൻ ആരംഭിച്ചത്. പക്ഷേ അത് എത്രമാത്രം അത് പ്രായോഗികമാണ് എന്നൊരു സംശയം ഈ ജീവനക്കാർക്ക് തന്നെയുണ്ട്. കാരണം ഒരു ദിവസം എത്ര പാക്കറ്റ് വിൽക്കാൻ കഴിയും, അങ്ങനെ വിറ്റാൽ തന്നെ അവർക്ക് എത്ര രൂപ ലാഭം കിട്ടും, ഇങ്ങനെ കൊടുത്താൽ തന്നെ എത്ര പേർ യാത്രക്കാർ ഇത് വാങ്ങിക്കാൻ തയ്യാറാകും എന്നുള്ളതൊക്കെ വലിയ ആശങ്ക ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ജീവനക്കാർ അവർ ഈ യാത്രക്കാരോട് ഈ കയ്യിൽ അച്ചപ്പമാണ് ഇരിക്കുന്നത്, അത് കൊടുക്കുന്നുണ്ട്. ഇത് പ്രായോഗികമാണോ ചേട്ടാ? ഇതൊരു കാരണവശാലും പ്രായോഗികമല്ല. കാരണം ഇത് ഞങ്ങൾ 2 ദിവസമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വ്യവസായികൾ ഒരുപാട് പേരുണ്ട്, കടകൾ തുറന്നിരിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇവരും ഇത് തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു കാരണവശാലും ആകെ വരുന്ന യാത്രക്കാരുടെ എണ്ണം വളരെ തുച്ഛമായ ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി ഇതൊരിക്കലും പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഈ ബിസിനസ്സും ഞങ്ങൾ നോക്കുന്നു, പക്ഷേ ഒരു കാരണവശാലും ഇതും നടക്കത്തില്ല. യാത്രക്കാരുടെ എണ്ണവും കുറവ്, ഞങ്ങളാകെ വളരെയധികം പ്രതിസന്ധിയിലാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറുപ്പക്കാരാണ്, വളരെയധികം പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് നീക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ സൗജന്യ യാത്ര വനിതകൾക്ക് KSRTCയിൽ വന്ന ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ 10,000 രൂപ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ഇപ്പോൾ ഓടുന്നത് 6,500 രൂപയാണ്. അതിന് 5,500 രൂപയൊക്കെ ഡീസലിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ മുതലാളിക്കും ഇല്ല, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തികം ഇല്ല, നമുക്ക് ശമ്പളം എടുക്കാൻ പോലും തികയുന്നില്ല. അതുപോലെ കഷ്ടപ്പാടാണ്. സ്കൂളിൽ ഇപ്പോൾ തുറന്നു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പൈസയില്ല, സ്കൂൾ ബാനിന് പൈസയില്ല. പറയുമ്പോൾ സത്യത്തിൽ അത് നല്ല വിഷമം വരുന്നുണ്ട്. ഈ യാത്ര നല്ലതാണ്, പക്ഷേ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമായിരുന്നു. നമ്മൾ ഇങ്ങനെ സംരംഭം വന്നതിന് ശേഷം പ്രൈവറ്റ് മേഖലയിലുള്ള തൊഴിലാളികളെല്ലാം വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ബസ് ജീവനക്കാരൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം എത്രമാത്രം പ്രതിസന്ധിയിലാണ് എന്നുള്ളതിന് ഇനി മറ്റൊന്നും വേണ്ട, ആ ഒരു ദൃശ്യം മാത്രം മതി. വീട്ടിൽ ആരൊക്കെയുണ്ട്? എത്ര രൂപ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്? അമ്മ, വൈഫുണ്ട്, കുഞ്ഞുണ്ട്. നമ്മുടെ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സർക്കാർ പറയുന്ന പോലെ ടിക്കറ്റ് ഇതര വരുമാനം ഇങ്ങനെ അച്ചപ്പം അല്ലെങ്കിൽ ബാക്കിയുള്ള ഇങ്ങനെ മധുരപലഹാരങ്ങളൊക്കെ വിൽക്കുന്നതൊക്കെ പ്രായോഗികമാണോ? ഒന്നും നടക്കുന്നില്ല. നമ്മളൊക്കെ 10-20 വർഷം കൊണ്ട് ഈ മേഖലയിൽ ഇറങ്ങിയതാണ്. ഇനി ഇത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. വീട്ടിലെ സാഹചര്യം മോശം, വണ്ടി യാത്രക്കാരില്ല. നമ്മൾ സ്ഥിരം വർഷങ്ങൾ കൊണ്ട് വന്നുകൊണ്ടിരുന്നവർ പോലും നമ്മളെ വണ്ടി വരുമ്പോൾ പാത്തിരിക്കുക. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾ ഫ്രീ ആയിട്ട് പോകുമ്പോൾ അവരങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. വളരെ സാഹചര്യം മോശം കേട്ടോ. ഇത് എങ്ങനെയും അധികാരികളുടെ കണ്ണ് തുറക്കണം, അല്ലെ ഈ പ്രൈവറ്റ് പ്രസ്ഥാനം തന്നെ ഈ കേരളത്തിൽ ഇല്ലാതായിപ്പോവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രമാണ് അവർക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളൊരു മാർഗം എന്താണ്? ഇനിയുള്ള മാർഗം എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം ഇപ്പോഴും നമുക്ക് ഡീസൽ അടിക്കാൻ പോലുള്ള സാമ്പത്തികം നിന്നില്ല കയ്യിൽ. ഞാൻ എന്നെപ്പറ്റി മാത്രം പറയുന്നതല്ല, ബാക്കിയുണ്ട് ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് തൊഴിലാളികൾ, ബസ് ഓണേഴ്സ്, ഇവരെല്ലാം ഒരുപാട് വലിയ കാശുള്ളവരൊന്നുമല്ല, ഫിനാൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഫിനാൻസ് അടയ്ക്കണമെങ്കിൽ തന്നെ ഇത് ഓടിയിട്ടാണ് കാര്യം. ഡീസൽ അടിക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ല നിലവിൽ. ഇപ്പോൾ ഡീസൽ അടിക്കണമെങ്കിലുള്ള കാശിന് വേണ്ടി നമ്മൾ ഓണേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ ചോദിച്ചിട്ടാണ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്ര നാൾ ഇവർ നമ്മളെ കൊണ്ട് നടത്തും പറ്റുമെന്ന് ഒരു പിടുത്തവുമില്ല. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. മിക്കവാറും നാളെ വണ്ടികളെല്ലാം ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ കയറ്റിയിടേണ്ടതായ ആവശ്യം വരുമായിരിക്കും. നാളെ ഇനി എന്ത് സംഭവിക്കും എന്ന് ഈ ബസ് ജീവനക്കാർക്ക് അറിയില്ല. ഈ കാണുന്ന ഒരു കവർ അച്ചപ്പം അല്ലെങ്കിൽ ഒട്ടനവധി കവർ അച്ചപ്പം കൊണ്ടൊന്നും ബസ്സിൽ കയറിയാലൊന്നും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. വലിയ ദുരിതത്തിൽ തന്നെയാണ് തങ്ങൾ എന്നാണ് ബസ് ജീവനക്കാർ ഒന്നടങ്കം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.